അൻപത്തൊന്നക്ഷരാളി കലിത തനുലതേ വേദമാകുന്ന ശാഖി കൊമ്പത്തൻപോട് പൂക്കും കുസുമതതിയിലെന്തുന്ന പൂന്തേ കുഴമ്പേ ചെമ്പത്താർബാണടംഭ പ്രശമന സുഹൃദോപാത്ത സൗഭാഗ്യലക്ഷ്മി സമ്പത്തേ കുമ്പിടുന്നേൻ കഴലിനവലയാധീശ്വരി വിശ്വനാഥേ. ലോകത്ത് ഏത് സംസ്കൃതിയിൽ നോക്കിയാലും കാണാൻ സാധിക്കാത്ത ഉജ്ജ്വലമായിട്ടുള്ള ഒരു പ്രതീകമാണ് അർദ്ധനാരീശ്വര സങ്കല്പം. എത്ര തന്നെ സംസ്കൃതികൾ പഠിച്ചെടുത്താലും അന്വേഷിച്ചാലും ഇത്തരത്തിൽ അനുദിന സാധാരണ സ്വഭാവമുള്ള ഒരു പ്രതീകം കണ്ടെത്താൻ സാധിക്കില്ല. ആണ് പെണ്ണിനേക്കാളും ഉയരത്തിലാണോ താഴെയാണോ, ആരാക്കൊപ്പമെന്നും എങ്ങനെയാണ് തുല്യതാ സിദ്ധാന്തം കൊണ്ടുവരേണ്ടതെന്നും ഒക്കെ ഇന്നത്തെ കാലത്ത് ഇന്ന് റിസർച്ച് നടത്തുമ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നെറുകയിൽ നിന്നുകൊണ്ട് അത് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു നാം ഭാരതീയർ. ആലോചിക്കേണ്ട ഒരു കാര്യമാണ് എന്നതിനും അപ്പുറം നട്ടല് വളയാതെ നിവർന്നു നിന്നുകൊണ്ട് ഇപ്രകാരം ഒരു സംസ്കൃതി കട്ടിത്തരാൻ പറ്റുമോ എന്ന് ഉജ്ജ്വല ശോഭയോടെ കാർക്കശ്യത്തോടെ ചോദിക്കാനുള്ള ശക്തിയും ഞാനും നിങ്ങളും അടങ്ങുന്ന സമസ്ത ഭാരതീയരും ആർജിച്ചെടുക്കേണ്ടതുണ്ട്. ഭാരതീയത എങ്ങനെയാണ് അതിന്റെ പെണ്ണടയാളത്തിനെ രേഖപ്പെടുത്തുന്നത് എന്ന് നോക്കിക്കാണേണ്ടതുണ്ട്. 15,000 വർഷങ്ങൾക്ക് മുമ്പാണ് കൈലാസ ഭൂമിയിൽ എവിടെയോ സാക്ഷാൽ ആദിയോഗി പ്രത്യക്ഷനായി എന്ന് സങ്കല്പം. ഈ 15,000 വർഷങ്ങൾക്ക് മുമ്പ് പ്രത്യക്ഷനായ ആദിയോഗി, പേര് തന്നെ ആദിയോഗി എന്നതായത് കാരണം 112 യോഗവിദ്യകളിലൂടെ ജീവിത സന്ധാനം അല്ലെങ്കിൽ ജീവിതത്തിലെ സമുചിതമായ ആദർശങ്ങൾ എങ്ങനെയാണ് സ്വാംശീകരിക്കേണ്ടത് എന്ന് ആദിയോഗി സപ്തർഷികളെ പറഞ്ഞു പഠിപ്പിച്ചു. ഇങ്ങനെ സപ്തർഷികൾ ശിഷ്യരായി നിൽക്കുമ്പോൾ സാക്ഷാൽ ആദിയോഗിയുടെ ഭാര്യയായ പാർവതി ദേവി തന്നെ ഇപ്രകാരം എങ്ങനെയാണോ ഇദ്ദേഹം പഠിപ്പിക്കുന്നത് അത് പഠിക്കാനായിട്ട് തൊട്ടടുക്കൽ വന്നിരുന്നു. സപ്തർഷികൾ എത്ര മിടുക്കോട് കൂടിയാണോ ഇത് ആചരിച്ച് ഉറപ്പിച്ചത്, ആ മിടുക്ക് തന്നെ സ്വപത്നിയിലും കാണാൻ സാധിച്ചപ്പോൾ സംപ്രീതനായി ഭഗവാൻ, നീ അവിടെയല്ല ഇരിക്കേണ്ടത്, 2 പടി ചുവടെയല്ല ഇരിക്കേണ്ടത്, മറിച്ച് എന്റെ മടിയിലാണ് എന്ന് പറയുകയും ചേർത്ത് അവളെ തന്നിലേക്ക് അടുപ്പിക്കുകയും ആ അടുപ്പത്തിൽ എപ്പോഴോ തന്റെ പാതി ശരീരം അവൾക്ക് കൊടുക്കുകയോ അവളുടെ പാതി ശരീരം സ്വയം സ്വീകരിക്കുകയോ ചെയ്തതാണ് അർദ്ധനാരീശ്വര സങ്കല്പം. ഒന്ന് ആലോചിച്ച് നോക്കുക. പെണ്ണ് എന്ന് പറയുന്നത് 2ാം കിടയാണ് എന്ന് ഇന്നത്തെ കാലത്തും അയിത്തത്തിന്റെ പേരിൽ, തീന്താരിയുടെ പേരിൽ, അശുദ്ധിയുടെ പേരിലെല്ലാം വിവക്ഷിക്കുകയും സനാതനധർമ്മ വിശ്വാസികളെ കണ്ടമാനം പുലഭ്യം പറയുകയും ചെയ്യുമ്പോഴാണ് എങ്ങനെയാണ് ഏറ്റവും ദിവ്യമായിട്ടുള്ള തേജസ്സോടുകൂടി പെണ്ണിനെ ഭാരതം അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തേണ്ടതില്ലേ? മൈത്രി എന്നും ഗാർഗിനി എന്നും അരുന്ധതി എന്നും ലോകമുദ്ര എന്നും പേരെടുത്ത് എണ്ണിയാൽ തീർക്കാത്ത അത്ര തന്നെ ഇമ്പമുള്ള കേളികളായിട്ടുള്ള ഉജ്ജ്വലരായിട്ടുള്ള സതീരത്നങ്ങളും കേവലായിട്ടുള്ള ആചാര്യ സ്ഥാനത്ത് നിൽക്കുന്ന സ്ത്രീകൾക്കും ജന്മം അരുളിയ ഭൂമിയാണ് നമ്മളുടേത്. സനാതനധർമ്മത്തിൽ പെണ്ണ് അങ്ങനെ ആണിന്റെ ഒപ്പം തന്നെ എന്ന് കുടുംബത്തിൽ തന്നെ ഏകദേശം വൈദിക കാലഘട്ടത്തിൽ തന്നെ വീട്ടിൽ അടുപ്പ് കൂട്ടുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഹോമകുണ്ഡം തീർത്തു വെക്കുകയും ആ ഹോമകുണ്ഡത്തിൽ കുടുംബത്തിൽ തന്നെയുള്ള അല്ലെങ്കിൽ വീട്ടിൽ തന്നെയുള്ള പശുവിൽ നിന്ന് ലഭിക്കുന്ന നറുനെയ്യ് ഹവിസ്സായി അർച്ചിക്കുകയും ചെയ്തത് ആണുങ്ങൾ മാത്രമല്ല, വയസ്സായ ആളുകൾ മാത്രമല്ല, ലിംഗഭേദമന്യേ പ്രായഭേദമന്യേ എല്ലാവരും ഈ യാഗശാലയ്ക്ക് ഹോമകുണ്ഡത്തിന് ചുറ്റുമിരുന്ന് നറുനെയ് ഹവിസ്സായി അർച്ചിച്ച് ലോകത്തിനോടായി ഉറക്കെ പ്രാർത്ഥിച്ചത് എന്റെ കുടുംബം രക്ഷപ്പെടണമേ എന്ന് മാത്രമല്ല, ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുമ്പോൾ ലോക എന്ന് പറയുന്നതിന്റെ വലിപ്പം തന്നെ സമസ്ത ലോകത്തെയും ഉൾക്കൊള്ളുന്നതാണ്. ഈ സമസ്ത പ്രപഞ്ചത്തിനും നന്മയുണ്ടായാൽ മാത്രമേ എനിക്കും നന്മയുണ്ടാവുകയുള്ളൂ എന്ന് വിശ്വസിച്ച ഒരു കവി. അതുകൊണ്ടാണ് പിറന്നാൾ എന്ന് പറയുന്നത് ഒരു നക്ഷത്രമാണ്. ഞാൻ ജനിച്ച ദിവസം ഒരു നക്ഷത്രമാണെങ്കിൽ നക്ഷത്രം വെച്ച് നിർത്തിയില്ല സനാതന ധർമ്മ വിശ്വാസി.
പിറന്നാളുകാരന് സ്വന്തമായി ഒരു വൃക്ഷത്തെയും സ്വന്തമായി ഒരു പക്ഷിയെയും സ്വന്തമായി തന്നെ ഒരു മൃഗത്തെയും അതിനൊപ്പം സ്വന്തമായി ഒരു ദേവതയും ചേർത്താണ് വെച്ചിരിക്കുന്നത്. ശരിയല്ലേ? പിറന്നാൾ ദിവസം ആ മരത്തിന് ലേശം ജലം കൊടുക്കുന്നത് നന്മയുണ്ടാകും എന്ന് സങ്കല്പം. ആ തന്റെ പിറന്നാളിനോട് ചേർന്ന് നിൽക്കുന്ന മൃഗത്തിന്, പക്ഷിക്ക് അന്നം കൊടുക്കുന്നത് തനിക്ക് ശ്രേയസ് ഉണ്ടാക്കും എന്ന് പറഞ്ഞ് പൂർവസൂരികൾ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചു. ഇത് ലോകത്തിലെ സമസ്ത ജീവജാലങ്ങളെയും ഒന്നായി കാണാനുള്ള ഒരു വലിയ കുടുംബമാണ് ഈ മുഴുവൻ പ്രപഞ്ചവും എന്ന ഏറ്റവും കേമമായിട്ടുള്ള സങ്കല്പത്തിൽ നിന്നും ഉണ്ടായത്. ഇതര സംസ്കൃതികളെല്ലാം ജീർണാവസ്ഥയിലായി മൃതപ്രായമായി മരിച്ചുപോയി. എന്നിട്ടും നൂറ്റാണ്ടുകളായിട്ടുള്ള പലതരം അധിനിവേശങ്ങളെല്ലാം കഴിഞ്ഞിട്ടും ആ ഒളിഞ്ഞും തെളിഞ്ഞും അകത്തും പുറത്തും ഈ സനാതനധർമ്മം എന്ന സംസ്കൃതിയെ ഇല്ലാതെയാക്കാൻ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് സകലരും. എന്നിട്ടും ഇന്നും ഭൂലോകത്തിലെ ആദ്യ സംസ്കൃതി എന്ന് പുകഴ്പ്പെട്ട ഭാരതീയ സംസ്കൃതി എന്തുകൊണ്ട് കെടാതെ നിൽക്കുന്നു? സങ്കല്പിക്കണം. എന്തുകൊണ്ട് ഭാരത സംസ്കൃതി ഇന്നും അതിന്റെ പൂർവ്വ തേജസ്സോടുകൂടി തന്നെ ആരൊക്കെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നു എന്നിട്ടും ശ്രേഷ്ഠമായിട്ടുള്ള പദവിയിൽ തന്നെ ഉയർന്നു നിൽക്കുകയും ആരൊക്കെ ഇതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു അവരെല്ലാം ഈ സംസ്കൃതി നോക്കി അത്ഭുതാദരങ്ങളോടെ കൈകൂപ്പി നിൽക്കുന്ന അവസ്ഥയിലേക്ക് അവർക്ക് ഓരോരുത്തർക്കും പരിണാമം സംഭവിപ്പിക്കാനും ഈ സംസ്കൃതിക്ക് സാധിച്ചുവെങ്കിൽ എന്താണ് ഈ സംസ്കൃതിയെ ഇതര സംസ്കൃതികളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്? അതിന്റെ കേമമായ കുടുംബ സങ്കല്പം തന്നെയാണ്. സ്വാമി വിവേകാനന്ദനെ ഞാൻ പറയാതെ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സ്വാമി വിവേകാനന്ദൻ ഭാരതത്തിനെ ലോകത്തിന്റെ തന്നെ അടയാളപ്പെടുത്തലായി സ്വാധീനിക്കാൻ ശക്തിയുള്ള ഏറ്റവും കേമനായിട്ടുള്ള യോഗി വര്യനായിരുന്നു. കാഷായ വേഷധാരിയായിട്ടുള്ള സ്വാമിജി ഷിക്കാഗോയിൽ പോയി ലോകമത സമ്മേളനത്തിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ അമേരിക്കയിലെ എന്റെ സഹോദരന്മാരെ എന്ന വാക്ക് ചേർത്തു പിടിക്കാൻ ഉപയോഗിച്ചത് കേമമായ ഉപനിഷത്ത് ദർശനമായ വസുധൈവ കുടുംബകമാണ്. ഈ ലോകം തന്നെ ഒരു കുടുംബമാണ്. ലോകമേ തറവാട്. എന്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന തുളസി ചെടിയെ പ്രദക്ഷിണം വെക്കണമെന്നും അകത്ത് പൂജാമുറിയിൽ ഒരു വിളക്ക് തെളിക്കുമ്പോൾ തന്നെ ഈ തുളസി, കുഞ്ഞൊരു ചെടിയാണ് തുളസി, ആ തുളസിയെയും പ്രദക്ഷിണം വെച്ചുകൊണ്ട് ഒരു തിരി അവിടെയും വെക്കണം എന്ന് നമ്മളെ പൂർവ്വസൂരികൾ പഠിപ്പിച്ചു വെച്ചത് സമ്പൂർണ്ണാവതാരം എന്ന് വിശ്വസിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനും തുളസിയും ഒന്ന് എന്ന കേമമായിട്ടുള്ള ഒരു സങ്കല്പത്തിൽ നിന്നാണ്. സത്യഭാമയും രുക്മിണിയും ചേർന്നുള്ള കലഹത്തിന്റെ കഥയാണ് അവിടെ നിന്ന് വരേണ്ടത്. ഭാരതത്തിലെ സ്ത്രീ സങ്കല്പങ്ങളിൽ ഇവരെ രണ്ടുപേരുടെ ഈ കഥയും കൂടെ പ്രതിപാദ്യമായതുകൊണ്ട് അതും ഒന്ന് വർണ്ണിക്കാം എന്ന് വിചാരിക്കുന്നു. സത്യഭാമയ്ക്ക് തന്റെ അളവറ്റ ധനത്തിൽ വല്ലാതെ അഹങ്കാരമുണ്ടായിരുന്നു. രുക്മിണിയാകട്ടെ ഭഗവാന്റെ ഏറ്റവും ശ്രേഷ്ഠയായ പത്നി എന്ന നിലയിൽ ഭഗവാനെ സദാ പൂജിച്ചുകൊണ്ടിരുന്നു. സത്യഭാമയ്ക്ക് ഇപ്രകാരം ഒരു അഹങ്കാരമുണ്ട് എന്ന് സാക്ഷാൽ കൃഷ്ണനും അതുപോലെ തന്നെ രുക്മിണിക്കും അറിയാമായിരുന്നു. അതെങ്ങനെയെങ്കിലും മാറ്റണമല്ലോ എന്ന് അവർ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവിടെ ഇടപെട്ട് ഒരാൾ വന്നത്. അത് സാക്ഷാൽ നാരദൻ. നാരദൻ നാരായണ നാരായണ എന്ന് വിളിച്ചു വരികയും സത്യഭാമയെ കണ്ടപ്പോൾ തന്നെ സ്നേഹത്തോടുകൂടി സത്യഭാമ ഓടി വന്ന് അദ്ദേഹത്തെ നമസ്കരിക്കുകയും എന്താണ് അവിടത്തേക്ക് ആവശ്യമെന്ന് ചോദിക്കുകയും യാതൊരു ലജ്ജയുമില്ലാതെ നാരദൻ സത്യഭാമയോടായി ഞാൻ ചോദിക്കുന്നത് തരാമോ എന്ന് ചോദിക്കുകയും സത്യഭാമ അല്പം പോലും കൂസാതെ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ ഞാൻ തരാം എന്ന അഹങ്കാരത്തോടെ പറയുകയും സാക്ഷാൽ ശ്രീകൃഷ്ണൻ എനിക്ക് വേണം എന്ന് നാരദൻ ഭക്തശിരോമണിയാണ്. നാരായണനെ സദാ ഉരുവിട്ട് സഞ്ചരിക്കുന്നവനാണ് നാരദൻ. അതുകൊണ്ട് നാരദൻ എനിക്ക് കൃഷ്ണനെ ഇനി തരാമോ എന്ന് ചോദിക്കുകയും വൈക്ലഭ്യത്താൽ വിഷമിച്ചു പോയി സത്യഭാമ എന്താണ് ഇനിയിപ്പോ ചെയ്യുക എന്ന് അറിയാത്തത് കൊണ്ട് സത്യഭാമ നാരദനോട് പറഞ്ഞു എനിക്ക് എന്റെ കൃഷ്ണനെ തരാൻ പറ്റില്ല, പകരം ആ മൂല്യമുള്ള എന്ത് ഞാൻ തരാം, ആ മൂല്യത്തിനുള്ള എന്തും തരാം എന്ന് പറഞ്ഞ സത്യഭാമയെ കുടുക്കിക്കൊണ്ട് അവിടെ ഒരു തുലാസ് ഉണ്ടാവുകയും തുലാസിന്റെ ഒരു തട്ടിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഇരിക്കുകയും മറ്റേ തട്ടിൽ തന്റെ അന്തഃപുരത്തിലുള്ള മുഴുവൻ വജ്രവും രത്നവും എല്ലാം കൊണ്ടുവന്ന് അഹങ്കാരത്തോടുകൂടി തന്നെ സത്യഭാമ വെക്കുകയും ചെയ്തു. എത്രയൊക്കെ
എന്തൊക്കെ ആഭരണം അവിടെ വെച്ചിട്ടും എന്തെല്ലാം സ്വർണ്ണ നാണയങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ടും തന്റെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന ആഭരണം ഊരി വെച്ചിട്ടും ത്രാസ് താഴ്ന്നു തന്നെ, തുലാസ് താഴ്ന്നു തന്നെ ഇരിക്കുന്നു തട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ. അമ്പരപ്പോടുകൂടി ഉറക്കെ ഉറക്കെ കരയാൻ തുടങ്ങി സത്യഭാമ. അപ്പോഴാണ് രുക്മിണി അവിടേക്ക് വന്നത്. രുക്മിണിയെ കണ്ട് കെട്ടിപ്പിടിച്ച് സത്യഭാമ തനിക്ക് സംഭവിച്ച അബദ്ധത്തെ ചൊല്ലി കരഞ്ഞപ്പോൾ രുക്മിണി പറഞ്ഞു, അയ്യേ നാണക്കേട് സത്യഭാമേ, നിന്റെ ഭർത്താവിനെ പറ്റി സച്ചാൽ ഈ രേഴുലകും വന്ദിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ പറ്റി ഇത്ര ചെറിയ ഒരു ധാരണയാണോ നിനക്കുണ്ടായിരുന്നത്? എങ്ങനെയാണ് അദ്ദേഹത്തെ ധനം കൊണ്ട് അളക്കുക? പകരമായി ഭക്ത്യാദരപൂർവം തന്നെ ഒരു തുളസിക്കതിരെടുക്കുകയും ആ തുളസിക്കതിർ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സ്വർണ്ണാഭരണവും മാറ്റിയിട്ട് മറ്റേ തട്ടിലേക്ക് ഭക്ത്യാദരപൂർവം രുക്മിണി ഒരു തുളസിക്കതിർ നിക്ഷേപിച്ചപ്പോൾ തന്നെ തട്ട് എന്ന് തുടങ്ങി. ഭക്തി ഒന്നുകൊണ്ട് മാത്രം ഭഗവാനെ അളക്കാൻ പറ്റും എന്നുള്ള ഗംഭീരമായ പാഠം സത്യഭാമയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഈ ഒരു കഥ നിമിത്തമായി. എങ്കിലും ഭഗവാന് തത്തുല്യ പ്രാമുഖ്യത്തിൽ തുളസി എന്ന് പറയുന്ന ഒരു ചെറിയ ചെടിയെ കൊണ്ടുവരാനും നമുക്ക് സാധിച്ചു. ലോകത്ത് എമ്പാടുമുള്ള വൈദ്യശാസ്ത്ര രംഗത്ത് കേമമായി തന്നെ നിൽക്കുന്ന ഒരു പേരായി തന്നെ തുളസി മാറി. തുളസി ചെടിയുടെ ഒരില വെറുതെ എങ്കിലും ഭക്ഷിക്കുന്നത് നല്ലതെന്ന്, ഒന്നോ രണ്ടോ ഇലകൾ എല്ലാവിധത്തിലുള്ള ജലദോഷവുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്കൊക്കെ അത് നല്ലതാണ് എന്ന സങ്കല്പം, തുളസിയില ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് കേമമാണെന്നും ഇതൊന്നും ചെയ്യാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് തുളസിയുടെ പേരിലുള്ള പലതരം സിറപ്പുകളും ഗുളികകളും വാങ്ങി തന്നെ യഥാവിധി നമ്മൾ സേവിച്ചു വരുന്നു. നോക്കൂ, ഒരു ചെറിയ ചെടിയാണ്, പക്ഷെ ആ ചെറിയ ചെടിക്ക് കൃഷ്ണ തുളസിയെന്നും കർപ്പൂര തുളസിയെന്നും രാമ തുളസിയെന്നും നമ്മൾ അതിന്റെ മണവും ഗുണവും രൂപവും ഒക്കെ